എടഞ്ഞിപ്പാലത്ത് പ്രഭാവതി അമ്മ എന്ന പ്രായമായൊരു സ്ത്രീ ചെയ്തിരിക്കുന്ന നല്ലൊരു കാര്യം. അതായത് നമുക്കറിയാം, പട്ടണപ്രദേശങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഫുട്പാത്തിലൂടെ പോലും നടക്കാൻ പറ്റാത്തവണ്ണം 2 വീലറുകൾ അവിടെ വന്ന് ക്രോസ് ചെയ്ത് പോകുന്നു. ഇന്ന് പ്രഭാവതി അമ്മ ചെയ്ത ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുകയുണ്ടായി. അതായത് ഒരു 2 വീലർ അവർ ഫുട്പാത്തിലൂടെ നടന്നു വരുമ്പോൾ 2 വീലർ കയറി വരുന്നു. പിന്നോട്ടെടുക്കാനായിട്ട് പ്രഭാവതി അമ്മ വളരെ കർശനമായിട്ട് തന്നെ പറയുന്നു. അദ്ദേഹം എടുക്കുന്നില്ല. പ്രഭാവതി അമ്മ അവിടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരുടെ കയ്യിലിരുന്ന മൊബൈൽ എടുത്ത് അതിനകത്ത് വീഡിയോ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്തിരിഞ്ഞ് അദ്ദേഹത്തിന് പോകാനേ മാർഗമുണ്ടായിരുന്നുള്ളൂ. എന്തായാലും പ്രഭാവതി അമ്മ 2 വീലറുകാരനെ അതിലെ കടത്തിവിട്ടില്ല. ആ പ്രഭാവതി അമ്മേനെ പോലുള്ള അമ്മച്ചിമാരും അത്രയും പ്രായമായ സ്ത്രീയാണെങ്കിൽ പോലും ഇവിടെ അവർ നല്ല അഗ്രസീവായിട്ട് അവിടെ പ്രവർത്തിച്ചു. അവരെ എല്ലാ വിഭാഗം ജനങ്ങളും വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വല്ലപ്പോഴും ഓപ്പൺ ചെയ്യാറില്ല, പലപ്പോഴും സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ എനിക്കത് വേണ്ട വിധത്തിൽ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് അറിയാറില്ല. പക്ഷേ ചിലപ്പോൾ അത് നമ്മളെ ഫോളോവർ പറയുമ്പോൾ ഞാനതൊന്ന് ഓൺ ചെയ്ത് നോക്കും, അത് കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഇട്ട് ഇത് ഇൻസ്റ്റാഗ്രാമിൽ അവളെ അക്കൗണ്ട് നോക്കിയപ്പോൾ സംഭവം കണ്ടു. അപ്പോൾ പിന്നെ തുടരെ അതിനകത്ത് കമൻസ് വായിക്കാൻ പോലും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു അടുത്ത അയൽവാസി പയ്യൻ, അവന് ഞാനുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ചിലപ്പോൾ അവന് +2 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവൻ വന്ന് എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നു, അതിൻ്റെ കമൻറ്റൊക്കെ വായിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം പിന്നെ 6 മണി മുതൽ പിന്നെ ചാനലുകാരെ വരവാണ്, അവരാഘോഷമാക്കി. അല്ല, ഇത് ഞാൻ അതിൻ്റെ തൊട്ട മുമ്പത്തെ കാര്യങ്ങൾ കൂടി പറയണമല്ലോ. ഇത് ഈ ബൈപ്പാസിൽ സ്ഥിരമായി ട്രാഫിക് ജാം ഉണ്ടാകുന്നൊരു സന്ദർഭങ്ങളിലൊക്കെ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് കാലങ്ങളായി. അപ്പം ഞാൻ ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ സമയത്താണെങ്കിൽ ഞാൻ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് വാങ്ങിയിട്ടില്ല. അവൻ്റെ വണ്ടി തിരഞ്ഞെടുത്തലും വളരെ ഫോട്ടോ എടുത്ത് ട്രാഫിക് അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒറ്റ കാര്യമുള്ളൂ, ഫൈൻ അടിക്കുക, അവൻ്റെ ക്ലാസ്സിലിരുത്തുക. അപ്പോൾ അതിനെ കൂടുതലൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അതവർ പറയുകയും ചെയ്തു. പിന്നെ എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു നിങ്ങൾ അടിയൊന്നും ഉണ്ടാക്കാൻ പോകണ്ട, ശുഭയാത്ര എന്ന് പറഞ്ഞൊരു അതിൻ്റെ ആപ്പ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി. അതിൻ്റെ നമ്പറൊക്കെ എനിക്ക് അയച്ചു തന്നു, അതെൻ്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. പിന്നീട് ഞാൻ ഒരെണ്ണം അയച്ചപ്പോൾ അവർ അതിൻ്റെ ഇത് കൂടുതൽ വിശദീകരണമൊക്കെ ചോദിച്ചപ്പോൾ എനിക്കതിനോട് വലിയ അങ്ങനെ ഒരു മമതയൊന്നും തോന്നിയില്ല. കാരണം എന്താ പറയുക, ഫൈൻ അടിക്കാൻ വേണ്ടി ഇത്ര ഡീറ്റെയിൽ ഒന്നും വേണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ ഫോളോ ചെയ്തില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അവരെ ബോധപ്പെടുത്തി അതിന് പറഞ്ഞു വയ്ക്കും. ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ തന്നെ 2-3 തവണ ഞാൻ ഇവിടുന്ന് പ്രതികരിക്കേണ്ടി വന്നു. ലാസ്റ്റിലത്തത് ഒരാൾ റീലെടുക്കുന്നുണ്ടായിരുന്നു, ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒരു ബിൽഡിങ്ങിന് മുകളിൽ കയറി നിന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയതാണ് ഞാൻ, ഈ സംഭവം അതിൻ്റെ ഉള്ളിലായിപ്പോയി. അപ്പോൾ അത് അവർ റീലിട്ടു, അത് വൈറലായി. പക്ഷെ അത് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ആ പയ്യനും ഇത് ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനം തോന്നുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് കോഴിക്കോട് അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ പ്രവർത്തനം ഇനിയും തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ഇനിയും ഉണ്ടാവും. എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ആ 2 വീലറുകാരൻ്റെ ലൈസൻസ് റദ്ദാക്കിയതായിട്ടാണ് ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുന്നത്. വളരെ നല്ല കാര്യം. പ്രഭാവതി അമ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്.